അക്കാദമിക് മികവിനും സമഗ്ര ഗുണനിലവാര പദ്ധതികൾക്കുമായി മാത്രമായി 37 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് ഓരോ വിദ്യാലയത്തെയും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും വിദ്യാലയങ്ങളിൽ നാം നടത്തിയ ക്രിയാത്മകമായ ഇടപെടലുകളുടെ ഫലമാണ് ഇന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കാണുന്നത്. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുക എന്ന അതിപ്രധാനപ്പെട്ട സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമാണ് 2016 സംരക്ഷണം ആരംഭിച്ചതും സംസ്ഥാനത്തെ ഭൂരിഭാഗം പൊതുവിദ്യാലയങ്ങളുടെയും അടിസ്ഥാന ഭൗതിക സാഹചര്യം ഉയർത്തുന്നതും ഈ ഭൗതിക സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി അക്കാദമിക ഗുണമേന്മ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പാഠ്യപദ്ധതിയുടെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഒക്കെ ഇതിന്റെ ഭാഗമായാണ് പുരോഗമിക്കുന്നത്. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ശില്പശാലയും ഫെബ്രുവരി മാസം 18 രാവിലെ തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും. ഇതിന്റെ തുടർച്ചയായി ജില്ലാ തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും സ്കൂൾ തലങ്ങളിലും ശില്പശാലയിൽ ചർച്ചകൾ സംഘടിപ്പിക്കും. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുക്കും. ഞങ്ങൾ പറയുന്നല്ലോ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുന്നു. ആ സബ്ജക്റ്റ് മിനിമം ഒരേ രൂപത്തിൽ ഉടനെ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. അവിടെ ഈ വർഷം 8ാം ക്ലാസ്സാണ് നടപ്പിലാക്കുന്നത്, അടുത്ത വർഷം 9ാം ക്ലാസ്, അതിൻ്റെ അടുത്ത വർഷം 10ാം ക്ലാസ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വർഷം സബ്ജക്റ്റ് മിനിമം 8ാം ക്ലാസ് നടപ്പിലാക്കും. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞാൽ ആ കുട്ടിയെ തോൽപ്പിക്കുകയല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ കുട്ടിക്ക് ഒരു മാസക്കാലമോ അല്ലെങ്കിൽ ആവശ്യമുള്ള സമയം എടുത്തുകൊണ്ടുള്ള ഒരു റീ ഓറിയന്റേഷൻ ക്ലാസ് കൊടുത്തതിന് ശേഷം വീണ്ടും പരീക്ഷ എഴുതി അയാൾ അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റിവിടും. കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന പോലെ കുട്ടികളെ തോൽപ്പിക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയം അല്ല. മറ്റൊരു കാര്യം റാഗിംഗാണ്. സംസ്ഥാനത്തെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എങ്കിലും സമൂഹ നന്മയ്ക്ക് നിരക്കാത്ത റാഗിംഗ് പോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് തടയാൻ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ഒപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അടിസ്ഥാനതല ഇടപെടലുകളും നടത്തേണ്ടതായിട്ടുണ്ട്. സ്കൂളുകളിൽ അച്ചടക്ക സമിതികൾ നിലവിലുണ്ട്. അത് സജീവമല്ല. അത് സജീവമാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ കൗൺസിലിംഗ് പദ്ധതിയും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും നിലവിൽ ഉണ്ട്. എന്നാൽ റാഗിംഗ് പോലുള്ള സംഭവങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ ഇനിയുമായിട്ടില്ല. അതുകൊണ്ട് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും റാഗിംഗ് വിരുദ്ധ സെല്ലുകൾ കൂടി കൊണ്ടുവരുന്ന കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചു വരികയാണ്. ഇതിന്റെ ഘടനാപ്രവർത്തനം എന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുവാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സമിതിയെ നിയോഗിക്കുന്ന കാര്യവും പരിഗണനയിലാണ്. സ്കൂൾ തലത്തിൽ മാത്രമല്ല, മുതിർന്ന ക്ലാസ്സുകളിലും കോളേജുകളിലുമൊക്കെ ചെല്ലുമ്പോൾ വിദ്യാർത്ഥികൾ സ്വീകരിക്കേണ്ട സമീപനം ചെറുപ്പത്തിൽ തന്നെ സ്വയശക്തമാക്കുവാൻ റാഗിംഗ് വിരുദ്ധ സെല്ലിന്റെ പ്രവർത്തനത്തിലൂടെ കഴിയണം. അധ്യാപക വിദ്യാർത്ഥി ബന്ധം ശക്തിപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കും. കുട്ടികൾ അവർ അനുഭവിക്കുന്ന വിഷമതകൾ അധ്യാപകരോട് പറയുവാനാകണം. അത് സഹാനുഭൂതിയോടെ കേൾക്കുവാനും അതിനനുസരിച്ച് കൂട്ടായി പ്രവർത്തിക്കാനും അധ്യാപകർക്കും ആകണം. പാഠപുസ്തക അച്ചടി വിതരണം 2025-26 അധ്യയന വർഷം 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള 1ാം വാല്യം പാഠപുസ്തകങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് CBSE മലയാളം പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ കൂടാതെ ലക്ഷദ്വീപ്, മാഹി എന്നീ പ്രദേശങ്ങളിലെ സ്കൂളുകൾ ചേർന്ന് ഇന്റന്റ് ചെയ്തിരിക്കുന്നത് 3,86,00,000 പാഠപുസ്തകങ്ങളാണ്. ചെറിയ വ്യത്യാസം വന്നേക്കും ചിലപ്പോൾ.
2, 4, 6, 8, 10 എന്നീ ക്ലാസ്സുകളിൽ 2025-26 അധ്യയന വർഷം പരിഷ്കരിച്ച പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ഡിസംബർ 2ാം വാരം മുതൽ പാഠപുസ്തകങ്ങളുടെ അച്ചടി ആരംഭിച്ചിട്ടുണ്ട്. നാളെ വരെ 88,82,000 പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 26,43,000 പാഠപുസ്തകങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലാ ഹബ്ബുകളിൽ ഇതിനകം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുതുക്കിയ പാഠപുസ്തകങ്ങൾ അടക്കം ജൂണിൽ ക്ലാസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകം എത്തിക്കും.